ഹലോ, എൻ്റെ പേര് തോമസ് കെ കല്ലിങ്കൽ. റിമ കല്ലിങ്കലിൻ്റെ ആരുമല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ജീവിക്കുകയല്ല, മറിച്ച് അതിജീവിക്കുകയാണ്. അപ്പോൾ ഈ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷ എന്ന പരീക്ഷണത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അടിച്ച ചെറിയ കോപ്പിയടി കഥകളാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പറ്റി പറയുന്നതിന് മുമ്പ് ഓഡിയൻസിനോടൊരു കാര്യം പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ് ടു എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചിരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരനിലേക്ക് തിരിച്ചു വരാം. അവൻ്റെ പേര് മാത്രം ഞാൻ പറയില്ല, കാരണം എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തെ പറ്റി പറയാനാണെങ്കിൽ അവൻ ഒട്ടും പഠിക്കില്ലെങ്കിലും നല്ല അലമ്പനായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാർക്കൊക്കെ ഇവനെ വലിയ കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഇവൻ കുറേ കാലം പുറത്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവന് ഈ നാട്ടിലെ രീതികളൊന്നും അധികം പരിചയമില്ല. പരീക്ഷ എടുത്തു. തിങ്കളാഴ്ച ആദ്യത്തെ പരീക്ഷ മലയാളമായിരുന്നു. ഇവന് മലയാളത്തിൻ്റെ ബേസിക് പോലും അറിയില്ല. അതായത് കർത്താവ് കർമ്മം ക്രിയ പഠിപ്പിച്ചപ്പോൾ പൂജാരി അല്ലേ കർമ്മം ക്രിയയും ചെയ്യുക എന്ന് ചോദിച്ചവനാണ് ഇവൻ. പരീക്ഷയുടെ തലേദിവസം ആശാനെ വിളിച്ചു. അളിയാ, കോപ്പി അടിക്കണം എങ്ങനെയാടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാധാരണ ആൾക്കാർ കോപ്പി അടിക്കണ ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് പോയാന്ന് പറഞ്ഞു. അവൻ അതുപോലെ തന്നെ പിറ്റേ ദിവസം വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വന്നു. അവൻ എഴുതിക്കൊണ്ട് വന്നു, എക്സാമിനും കയറി. പക്ഷേ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് രണ്ടാമത്തെ പീരീഡ് ഉണ്ടായി. രണ്ടാമത്തെ പീരീഡ് എക്സാം ഡ്യൂട്ടിക്ക് വന്നത് രൂപ ടീച്ചറാണ്. ഈ രൂപ ടീച്ചറാണ് ഈ കോപ്പിയടി കണ്ടുപിടിക്കുന്നതിൽ എക്സ്പേർട്ടും. ടീച്ചർ ക്ലാസ്സിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഇവൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ഇവൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ആ തുണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ടീച്ചർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ വഴി ഇവൻ ആ തുണ്ടെടുത്ത് അവൻ്റെ ഷർട്ടിൻ്റെ പൊക്കലേക്ക് ഇട്ടു. ടീച്ചർ അപ്പം തന്നെ ഫ്ലാഷ് അടിച്ചോളെ തിരിഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, കഴിഞ്ഞില്ലേ, ഇനി ആ സാധനം എടുത്തേ. അപ്പോൾ അവന് മനസ്സിലായി അവൻ കോപ്പി അടിച്ച ടീച്ചർ പിടിച്ചു എന്ന്. അപ്പോൾ തന്നെ തുണ്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത അതേ ടൈമിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞു, എടോ നിന്ന് തെയ്യം കളിക്കാതെ ആൻസർ പേപ്പർ ആടോ, എക്സാം ടൈം കഴിഞ്ഞു. അതായത് ടീച്ചർ എക്സാം പേപ്പർ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ ആ തുണ്ടെടുത്താണ് ടീച്ചറിനെ നേരെ നീട്ടിയത്. അങ്ങനെ അന്നവൻ പിടിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം ഇംഗ്ലീഷാണ്. ഇവൻ കുറേ കാലം പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. എങ്കിലും ഒരു കരുതലിന് വേണ്ടി ആ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് മാത്രം അവൻ കയ്യിൽ എഴുതിക്കൊണ്ട് പോയി. എക്സാം തുടങ്ങി. അത്യാവശ്യം അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവൻ ആവേശം കയറി എഴുതി പേപ്പർ തീർന്നുപോയി. ടീച്ചർ എക്സ്ട്രാ പേപ്പർ എന്ന് ചോദിച്ചത് ആ എഴുതിയ കൈ കൊണ്ടായിപ്പോയി. അങ്ങനെ ടീച്ചർ ഓടി വന്ന് അവൻ്റെ കൈ പിടിച്ചു. അതോടെ അവനെ കൈയോടെയും പിടിച്ചു. അതിൻ്റെ അടുത്ത ദിവസം കണക്കാണ്. കണക്കിൽ ഇവൻ കണക്കായതുകൊണ്ട് തന്നെ ഇവന് കോപ്പി അടിക്കാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ലോഗ് ബുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആ ലോഗ് ബുക്കിനകത്ത് അവൻ അന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഇക്വേഷൻസും വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വന്നു. എന്നിട്ട് എക്സാമിന് കയറി. അപ്പോൾ ഇവൻ എക്സാമിന് കയറി ആവശ്യത്തിൽ കൂടുതൽ ആ ബുക്കിലേക്ക് നോക്കുന്നുണ്ടപ്പോൾ ഞങ്ങളുടെ സാറിന് ചെറിയ സംശയം തോന്നി. സാർ ആ ബുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. സാർ ഞെട്ടിപ്പോയി. സാർ അവനോട് അപ്പം തന്നെ ചോദിച്ചു, എടാ നിൻ്റെ അച്ഛൻ്റെ പേര് ശശി എന്നല്ലേ, അല്ല സൈൻ തീറ്റ എന്നല്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ ഫുള്ള് ഇക്വേഷൻസ് എഴുതി വെച്ചേക്കുമായിരുന്നു. അന്ന് സാറ് അവൻ്റെ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയെങ്കിലും അവൻ അവിടെ തന്നെ ഇരുത്തി എക്സാം എഴുതിച്ചു. പക്ഷേ ഈ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇവൻ എഴുതിയേക്കണ എല്ലാ ആൻസേഴ്സും ശരിയാണ്. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അളിയാ നീ ഇന്ന് എങ്ങനെയാണ് കോപ്പി അടിച്ചെന്ന് ചോദിച്ചു. അവൻ കാര്യം പറഞ്ഞു തന്നു. അതായത് അവനിരിക്കുന്ന സീറ്റിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സീനിയർ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഞങ്ങൾ ക്ലാസ് തന്നെ പഠിക്കുന്ന വേറൊരു പെൺകുട്ടി. അപ്പോൾ ഇവനോട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോക്കിരി കാണിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് ചുണ്ട എനിക്ക് ആൻസർ പറഞ്ഞു കൊടുക്കും. ഇവൻ ഇതേ പ്രതീക്ഷയിൽ അതിൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച പരീക്ഷയ്ക്ക് പോയി. പക്ഷേ അന്ന് അവൻ പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ്. സോഷ്യൽ സയൻസിന് ചോദിക്കുന്നത് ഫുൾ എസ്സേകളും വൺ വേർഡ് ചോദിച്ചാൽ തന്നെ കടുകട്ടി വൺ വേർഡ്. അപ്പോൾ അവൾ അവിടെ നിന്ന് ചുണ്ടനക്കുന്നുണ്ടെങ്കിലും ഇവനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ ആ നടുക്കിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അവൾ എന്താ പറയണേന്ന് കേട്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ആ നടുക്കിരിക്കുന്ന ചേട്ടൻ ഞാൻ നോക്കുമ്പോൾ ഒരു മരം വെട്ടിയിട്ട് പോലെ അവളെ നേരെ അങ്ങ് ചെരിഞ്ഞു. ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ടീച്ചറും ഉണ്ട്. ടീച്ചർ ഓടി വന്നു, എന്താ അവിടെ നടക്കണേ എന്ന് ചോദിച്ച വഴി മൂന്നുപേർ ഒരൊറ്റ ടൈമിൽ ഉത്തരം പറഞ്ഞു. ഒരാൾ ടീച്ചർ പെൻസിൽ ചോദിച്ചാൽ, മറ്റേ ടീച്ചർ റബ്ബർ ചോദിച്ചാൽ, അതിൻ്റെ അപ്പുറത്തെ ടീച്ചർ സ്കെയിൽ ചോദിച്ചത്. പക്ഷേ ആ പിടിക്കപ്പെടലിന് ശേഷം അവനിൽ വലിയൊരു മാറ്റം ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഇവൻ ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ആരോടും മിണ്ടാതെ എക്സാമിനേഷൻ കയറി. ഞാൻ വിചാരിച്ചു വല്ല സന്യാസത്തിനും പോണേന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവസാനത്തെ പരീക്ഷയാണെന്ന് ഓർക്കണം. സയൻസാണ്. സയൻസിൽ കുറേ ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇവൻ കുറേ പേപ്പറും എഴുതുന്നുണ്ട്, കുറേ എക്സ്ട്രാ ഷീറ്റും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൻ കോപ്പി അടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അളിയാ നീ എങ്ങനെയാണ് കോപ്പി അടിച്ചത്? അവൻ പറഞ്ഞു തന്നു, തലേ ദിവസം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് അവനൊരു എക്സ്ട്രാ ഷീറ്റ് വാങ്ങി. ആ ഷീറ്റും കൊണ്ട് അവൻ വീട്ടിൽ പോയി. ആ ഷീറ്റിനകത്ത് വീട്ടിൽ വെച്ച് അവൻ ഇന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഡയഗ്രങ്ങളും വരച്ച് പിറ്റേ ദിവസം എക്സാം ഹോളിൽ കയറി. എക്സാം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ആ ഷീറ്റ് തുറന്ന് ആ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ അന്നേരം എഴുതിയതായിട്ടല്ലേ തോന്നുള്ളൂ. അങ്ങനെ അവൻ അതിവിദഗ്ധമായി അവസാന ദിവസം കോപ്പി അടിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തായിട്ട് ഇറങ്ങി കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ദൃശ്യത്തിലും ജോർജ് കുട്ടി സ്റ്റൈലിൽ എന്നോട് പറയുകയാണ്, തോമസ് ഇന്ന് ഞാൻ നിങ്ങളുടെ പെരുമ്പാവൂർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അളിയായിന് നിൻ്റെ വീട് ഓപ്പോസിറ്റോട്ട് കോലഞ്ചേരിലല്ലേ? അപ്പം കാര്യം പറഞ്ഞു തന്നു, എടാ ഈ തുണ്ട് ഒരു തെളിവാണ്, ഇത് നശിപ്പിക്കണം. നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത് 3 കഷ്ണങ്ങളാക്കി ഒരെണ്ണം പെരുമ്പാവൂരും ഒരെണ്ണം സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഒരെണ്ണം കോളേജിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനൊക്കെ നൈസായിരുന്നു. പക്ഷേ പ്ലാനിന് അധികം നേരം ആയുസും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചുരുട്ടിയിട്ട പേപ്പർ തൊട്ട് പുറകെ വന്ന പ്രിൻസിപ്പളിൻ്റെ കയ്യിലാണ് കിട്ടിയത്. പോരാത്തതിന് ഇവൻ പറഞ്ഞ പ്ലാൻ മൊത്തം സാറ് കേൾക്കുകയും ചെയ്തു.
അതിൻ്റെ അടുത്ത ദിവസം പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ആകെ മൊത്തം സീനായി. പ്രിൻസിപ്പൾ ആകെ പക്ഷേ പിടിച്ചത് സയൻസിൻ്റെ പരീക്ഷയ്ക്കായതുകൊണ്ട് തിങ്കളാഴ്ച സയൻസിൻ്റെ പരീക്ഷയ്ക്ക് മാത്രം റീടെസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ തിങ്കളാഴ്ച റീടെസ്റ്റ് എഴുതാൻ ഇവൻ വന്നു. ഇവനൊരു വാടേ അറിയാൻ പാടില്ല. അന്ന് ആബ്സെൻ്റ് ആയ കുട്ടികളുടെ കൂടെയാണ് ഇവന് എക്സാം എഴുതുന്നത്. ഇവന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ വഴി ഇവൻ കടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ അന്ന് ഇൻവിജിലേഷൻ വന്നത് ഒരു പാവം പിടിച്ച സാറാണ്. സാറിന് അവനെ കണ്ട് പാവം തോന്നി. സാർ അവനോട് പറഞ്ഞു, എടാ ഫ്രണ്ടിരിക്കുന്നവൻ നോക്കി എഴുതി പാസ്സാവിടാന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിരിക്കുന്നവൻ്റെ പേപ്പർ എടുത്ത് ഇവന് കൊടുത്തു. ഇവന് ലോട്ടറി അടിച്ചു പോലെ. പിന്നെ അത് ഫുള്ളും നോക്കി എഴുതി. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ അവനെ പിടിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈച്ച കോപ്പി അടിച്ചു വെച്ചത്, അതായത് പേര് റോൾ നമ്പർ അടക്കം കോപ്പി അടിച്ചു വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം സോഷ്യൽ സയൻസിൻ്റെ പേപ്പർ കിട്ടി. അളിയൻ ജസ്റ്റ് പാസ്. പക്ഷെ അവൻ്റെ അഹങ്കാരം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. അവന് കുറച്ചുകൂടെ മാർക്ക് വേണമെന്ന് തോന്നി. അവൻ എന്ത് ചെയ്തു, അന്ന് ഉപയോഗിച്ച് അതേ പേന ഉപയോഗിച്ച് ആൻസേഴ്സ് നമുക്ക് അറിയില്ലാതെ അതിനടുത്ത് സ്പേസ് വിടുമല്ലോ, ആ സ്പേസ് വിടുന്ന സ്ഥലത്ത് അവൻ കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി സാറിൻ്റെ അടുത്തുണ്ട്. സാർ ഇവിടെ കുറച്ചുകൂടെ മാർക്ക് ഇടാനുണ്ടല്ലോ. സാർ അത് നോക്കി. സാർ നോക്കി വിടാൻ്റെ കിട്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉപയോഗിച്ച സെയിം പേനയായിരുന്നു, പക്ഷെ പേനയുടെ ഇങ്ക് മാറിപ്പോയി. അങ്ങനെ അന്നും അവൻ പിടിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം മലയാളത്തിൻ്റെ പേപ്പർ കിട്ടി. ഇവിടെ ഞാൻ പറയുന്നതിനേക്കാളും കോമഡി ആ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. ടീച്ചർ അത് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ 5 മാർക്കിൻ്റെ കവിതയൊക്കെ എഴുതാൻ പറഞ്ഞപ്പോൾ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പോരു പെണ്ണെ എന്നൊക്കെ പറഞ്ഞ പാട്ടിൻ്റെ വരികൾ അവൻ എഴുതി വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഇംഗ്ലീഷിൻ്റെ പേപ്പർ കിട്ടി. ഇവൻ ആകെ കോപ്പി അടിക്കാതെ എഴുതിയൊരു പേപ്പർ ഇംഗ്ലീഷായിരുന്നു. ഇവന് 45 കിട്ടി 50-ൽ. ഇവന് വലിയ സന്തോഷമായി. ഇവനത് വീട്ടിൽ കൊണ്ട് അച്ഛനെ കാണിച്ചു. അച്ഛനെ കാണിച്ച വഴി അച്ഛൻ ചോദിച്ചു, ഇന്ന് ആരുടെ കോപ്പി അടിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണേ? അപ്പോൾ ഇത്രയും കഥകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെയും കോപ്പി അടിക്കരുത്. കോപ്പി അടിച്ചാൽ അതിന് വലിയ വിലയുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കഥകൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നിന്നും കോപ്പി അടിച്ചാണ്. നന്ദി, നമസ്കാരം.